പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർ ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രികാലത്തെ ചിന്ത നിന്റെ ഭാരത്തെ ചുമക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങളും പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഭാരം, നമ്മുടെ ജീവിതത്തിലെ വേദന, നമ്മുടെ ജീവിതത്തിലെ പ്രയാസം നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നാം ഇറക്കി വയ്ക്കാറുണ്ട്. എന്നാൽ നാം അറിയുന്നില്ല, നാം സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നാം ഇറക്കി വയ്ക്കുന്ന ഭാരം, നമ്മുടെ വേദനകൾ അത് മറ്റുള്ളവരോട് അവർ പറഞ്ഞ് നമ്മെ പരസ്യകുലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് നാം അറിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊടുക്കുക, ഞാൻ നിന്നെ പുലർത്തുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇറക്കി വയ്ക്കുന്ന ഭാരം, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ കർത്താവ് ആരും വിളിച്ച് പറഞ്ഞ് പബ്ലിസിറ്റി ചെയ്യുന്ന ദൈവമല്ല. മറ്റുള്ള മനുഷ്യനെ വിളിച്ചിട്ട് ഇന്നയാള് ഇന്നതുപോലെ വിഷമസ്ഥിതി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ പരസ്യവലമാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരമായി മാറാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അതിന് വചനത്തിന് ആധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നോ നാളെയോ മറ്റന്നാളോ മാത്രം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനല്ല, നാള് തോറും നമ്മുടെ ആയുഷ്കാലം വരെയും നമ്മുടെ ഭാരങ്ങളെ ചുമക്കാൻ, നമ്മുടെ വേദനകളെ ചുമക്കാൻ, രഹസ്യമായി നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം, ആമേൻ, ആ ദൈവം എന്ന് പറയുന്ന നാം സേവിക്കുന്ന, ആമേൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവല്ലാതെ ഈ ഭൂമിയിൽ മറ്റാരും ഇല്ല എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നു. മനുഷ്യൻ നമ്മുടെ ഭാരങ്ങളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊട്ടി ഘോഷിച്ച് പരസ്യമാക്കി മാറ്റി നിന്ദയ്ക്ക് കാരണമാക്കി മാറ്റുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത്രയും ഭാരം കുറഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരം കുറയുകയല്ല ചെയ്യുന്നത്, നമ്മുടെ വേദനകൾ ആഴമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ രഹസ്യമായി മറ്റുള്ളവരോട് പറയുന്ന കാര്യം, ആമൻ, ആ കേൾക്കുന്നവർ അവര് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് അതിനെ പരസ്യകോലമാക്കി മാറ്റുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി പറയുന്നു, നാൾ തോറും നിന്റെ ഭാരത്തെ ചുമക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിധിയിൽ നിന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുമ്പോൾ ആ സർവശക്തനായ ദൈവം നിന്റെ ഭാരത്തിന്റെ, ആമേൻ, വേദനകളെ മാറ്റുവാനിടയായി തീരും. ഭാരം എന്ന് പറയുമ്പോൾ കഷ്ടതകളും ദുഃഖങ്ങളും ആശങ്കകളും പരീക്ഷകളും ഒക്കെയാണ്. കഷ്ടതകള്, ദുഃഖങ്ങളെ, ആശങ്കകള്, പരീക്ഷകള് ഇത്യാദി കാര്യങ്ങള് ജീവിത മേഖലയിൽ നാം അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ഭാരത്തെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ആമേൻ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ആശ്വാസം പകരാൻ കഴിവുള്ള ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. നിന്റെ ഭാരത്തെ ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇറക്കി വയ്ക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവെന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരും. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുവാനിടയായിത്തീരും. നിങ്ങളുടെ സകല ചിന്താകുലവും
സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭാരത്തെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, അത് മനുഷ്യരുടെ മുമ്പിലല്ല, നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിലല്ല, ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തെ അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, ആമേൻ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാരത്തെ ഇറക്കി വയ്ക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം ആ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായി തീരും. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം വിടുവിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം.